പിന്നെ പേട്രോട്ട് പടത്തിനെ പറ്റിയിട്ട് നമ്മളിന്ന് പറയാൻ പോണത്. വലിയ വലിയ റിവ്യൂവർ പറഞ്ഞ പോലെ പടം വലിയ ബിഗ് പടം, വലിയ പടമാണ്, അങ്ങനെയാണ് ഇങ്ങനെ അതൊന്നുമില്ല. ഒരു ഏവറേജ് പടം അത്രേ ഉള്ളൂ. പിന്നെ വലിയ വലിയ റിവ്യൂവർമാർ പറഞ്ഞ പോലെ ഇതിന്റെ ഡയറക്ടർ ഇതൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും. അതിപ്പോൾ പറഞ്ഞിട്ട് ഇവിടെ സമയം കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഈ സോഫ്റ്റ്വെയർ തന്നെ നമ്മളെ പേഴ്സണൽ ഡാറ്റ, നമുക്ക് പ്രൈവസി ഒന്നുമില്ല. സംഭവം പറഞ്ഞ ശരി, സിനിമയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കേട്ടാ. ഈ ഫോണിന്റെ കാര്യത്തിൽ പറയണ്ടല്ലോ, നമുക്ക് ഒരു പ്രൈവസിയും ഇല്ല. അത് വേറെ കാര്യം. സീൻസ് ഉണ്ട്, അതായത് മോഹൻലാലിനെ ആക്രമിക്കാൻ വരുന്ന വില്ലന്മാര് അവരുടെ ഓം പൊട്ടി തീർക്കുന്ന കുറെ ട്രിക്കുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടായിരുന്നു. ഒരു 4-5 വർഷം മുന്നേ ഇംഗ്ലീഷ് സിനിമകളിലെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എക്സാക്ട് കോപ്പിയാണ് ഇതിലടിച്ചുള്ളത്. അത് വേറെ കാര്യം. പിന്നെ ഇത് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മളെ വലിയ വലിയ സിനിമ, നമ്മളെ യൂട്യൂബിലെ ഫോളോവേഴ്സ് ഉള്ളവരും സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ ഇതിനെ പറ്റിയിട്ടൊന്നും വായ തുറക്കണില്ല. എന്താ പറയുക, പേടിച്ചിട്ടാന്ന് തോന്നുന്നു. ഈ കഥയിലെ മെയിൻ കാര്യം, ഈ സിനിമയിലെ മെയിൻ കാര്യം ഇതാണ്. അതിനെ പറ്റി ഒരു തൊള്ള തുറക്കണേ ഇല്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ നമ്മളെ നാട്ടിൽ വലിയ വിഷയമായിട്ടുള്ള കേസാണ്. ഇതിന്റെ പേരിൽ ഒരുപാട് പാർലമെന്റിൽ ഒരുപാട് ചർച്ചകളായിട്ടുള്ള കേസാണ്. അതൊന്നും ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് പറയണില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറെ ആൾക്കാർ പെയ്ഡ് പൈസ മേടിച്ചിട്ടുള്ള റിവ്യൂ പറയല്. പടം തിരക്കില്ല, കണ്ടിരിക്കാനുള്ള പടം. പക്ഷെ ഒരു കാര്യമുണ്ട്, കണ്ടിരിക്കാൻ കുറച്ച് സമയം എടുക്കും, കുറച്ച് ലേഖ ഇങ്ങനെ വലിപ്പിക്കണ പോലെ തോന്നി എനിക്ക്. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വലിയ വലിയ ആക്ടർമാരെല്ലാവരും ഉണ്ട്. മോഹൻലാല്, മമ്മൂട്ടി, കുഞ്ചാക്കോ, ഫഹദ് ഫാസിൽ, പിന്നെ ആക്ട്രസ് ആയിട്ട് നയൻതാര. പക്ഷെ നയൻതാരയുടെ സൗണ്ടൊക്കെ നമുക്ക് ഡബ് ചെയ്തൊന്ന് ഒരു വേറൊരു നയൻതാരയുടെ സൗണ്ട് പോലെ ഡബിങ് എന്തോ വ്യത്യാസമാണ്. ഡബ് ചെയ്യുന്ന ആൾക്ക് തൊണ്ടവേന പിടിച്ചിട്ട് തോന്നുന്ന സംഭവം. അങ്ങനെ കുറച്ച് വ്യത്യാസം. ഈ സമൂഹത്തിൽ നമുക്കൊരു സുരക്ഷിതയില്ല നമ്മളെ പേഴ്സണൽ ഡാറ്റയുടെ കാര്യത്തിൽ. അതിനെ പറ്റിയിട്ടാണ് ഈ പടത്തിൽ കൂടുതൽ ചർച്ച ചെയ്യണത്. അത് എന്തായാലും നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് നല്ലതാണ് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം അത്രമാത്രം. ഈ എല്ലാവരും കേട്ട് അടിച്ചു പോകുന്ന പോലെ ബിഗ്ഗസ്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒന്നുമില്ല. നോർമൽ പടം, അത്ര പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കാണുന്നവർക്ക് പോയി കാണാം. നമ്മളെ മോഹൻലാല്, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, വലിയ വലിയ ആക്ടർമാരും നയൻതാര കൊന്നിക്കണൊരു പടം. ആ ലെവലിലൊന്ന് പോയി കാണണം, അത്രമാത്രം. അപ്പോൾ ഓക്കെ, ബൈ എന്നാ.